ദൈവത്തിന് സ്തുതി. ഏതായാലും 10 കൊല്ലത്തെ ബുദ്ധിമുട്ടാണ് ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചത്. അതിന് ഒരു വിടുതൽ കിട്ടിയിരിക്കുകയാണ്. കേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേസിനെ കുറിച്ച് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ പത്മരൂപത്തിൽ പെട്ട് കിടക്കുകയായിരുന്നു 10 വർഷമായിട്ട്. അതിനിപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇനി കേസിനെ പറ്റിയുള്ള ഞങ്ങൾ പഠിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം, ഇതാരാണ്, എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുള്ളൂ. ഇതുവരെ പത്മരൂപത്തിൽ പെട്ട കാരണം ഞങ്ങൾക്ക് കോടതിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ അങ്ങോട്ട് ഞങ്ങൾ സ്വതന്ത്രനായി. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ പിന്നിലെ ഗൂഢാലോചനയെ പറ്റിയിട്ടും അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അത് വിധിപകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള വേണ്ട നടപടികൾ തുടങ്ങും. ഇതിൽ പെടുത്തിയതാണെന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അത് അതിനെ പറ്റിയുള്ള അന്വേഷണം ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ പത്മയുഗത്തിനുള്ളിൽ പെട്ട് കിടക്കായിരുന്നു ഞങ്ങള്. ഒരു കേസിനുള്ളിൽ പെട്ട കാരണം ഒന്നിനും കോടതിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇനി ഞങ്ങൾ ഫ്രീ ആയി. ഇപ്പൊ ഞങ്ങൾക്ക് ഇനി അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ പറ്റും. അന്ന് ഈ ഫ്ളാറ്റിൽ നിന്ന് പിടിക്കുമ്പോൾ കൊക്കൈൻ അടക്കമാണ് പിടിച്ചത്. അപ്പം അവിടെ ഷൈൻ താമസിച്ച ഫ്ളാറ്റിൽ അതെങ്ങനെ എത്തി എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വിശദീകരണം നൽകിയിരുന്നു? ഷൈൻ താമസിച്ച ഫ്ളാറ്റിലല്ല, ഷൈൻ ഒരാളെ കാണാൻ വേണ്ടി ആ ഫ്ളാറ്റിലേക്ക് ചെന്നതാണ്. ഷൈൻ ആകെ ഒരു അരമണിക്കൂർ മാത്രമേ അവിടെ ചെന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഷൈൻ താമസിച്ച ഫ്ലൈറ്റ് അല്ല, ഒരു അസോസിയേറ്റ് ഡയറക്ടർ താമസിക്കുന്ന ഒരു ഫ്ലൈറ്റിലേക്ക് ഷൈൻ ചെന്നതാണ്. ആ സമയത്താണ് സംഭവിച്ചത്. അന്ന് അവിടെ സാധനം ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാര്യത്തിൽ. ഇതൊരു കെട്ടിക്കാമിച്ച കഥയാണെന്നാണ് ഇപ്പൊ കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്? കോടതിയിൽ കേസ് നടന്നിരുന്നു. അത് പിന്നിപ്പോ അവര് പറഞ്ഞു കേസ് തെളിവില്ല എന്നും പറഞ്ഞിട്ട് അവർ വിട ചെയ്തത്. അപ്പൊ അന്നത്തെ സംഭവം കെട്ടിച്ചംശാണെന്നാണ് ഇപ്പൊ കോടതിയുടെ നിഗമനം. ഷൈനെ വിളിച്ചിരുന്നു? ഷൈനെ വിളിച്ച് കിട്ടിയിട്ടില്ല. അവിടെ മംഗലാപുരത്ത് മണിപ്പാല് ഒരു ഉള്ളേരിയയിലാണ് ഇപ്പൊ ഷൂട്ട് നടക്കുന്നത്. അത് കാരണം വരാൻ പറ്റിയിട്ടില്ല. അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഫോണിന് റേഞ്ച് ഇല്ല. പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഷൈനും ഞാനൊക്കെ കൂടിയിട്ട് ഒരു പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഒരു പുതിയൊരു സിനിമ റിലീസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഏഞ്ചൽ നമ്പർ 60 എന്ന് പറഞ്ഞ പടം. അതിപ്പോ അടുത്ത മാസം എന്തായാലും റിലീസ് ഉണ്ടാവും. അതും ഇതൊക്കെ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇപ്പോഴത്തെ വിധി വന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ആരെങ്കിലും നടത്തി, ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ഞങ്ങളുടെ സംശയമൊന്നും അന്വേഷണം ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ. ഈ അസോസിയേറ്റ് ഡയറക്ടറിന്റെ പറഞ്ഞല്ലോ, അസോസിയേറ്റ് ഡയറക്ടർ ഫ്ളാറ്റിൽ നിന്നാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു സംശയത്തിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ കോടതി വിധി മാനിച്ചും കൊണ്ട് കോടതിയുടെ കീഴിൽ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ കോടതിയിൽ നിന്നാണ് ഇപ്പൊ മുക്തായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഞങ്ങളുടെ അന്വേഷണം തുടങ്ങാൻ പോകുന്നുള്ളൂ. സ്വന്തം നിലയിലാണ് അന്വേഷണം, അത് നിയമപരമായി മുന്നോട്ട് പോകാൻ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അത് വിധിപ്പകർപ്പ് കിട്ടിയിട്ട് അതിന് എന്താ വേണ്ടെങ്കിൽ അനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കും.